രചന അനഘാരാജൻ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിന്നെ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാ? തന്റെ അമ്മയുടെ ചോദ്യം കേൾക്കെ കിച്ചുവിന്റെ നെറ്റി ഒളിഞ്ഞ് അവൻ അമ്മയെ രൂക്ഷമായി നോക്കി. ചിരി വന്നില്ല, പകരം അസ്വസ്ഥതയാണ് അവനിൽ ഉയർന്നത്. ഇതെന്താ അമ്മയെ ചോദിക്കുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അമ്മയുടെ മനസ്സിലെ പോസിറ്റീവ്നെസ് പുറത്തിയാടിയോ? എന്നെ ഏറ്റവും ഇഷ്ടം ആർക്കാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് അതുപോലെ വേറെന്തുത്തരാണ് അമ്മയ്ക്ക് കേൾക്കേണ്ടത്? അവന്റെ ശബ്ദമുയർന്നു. അവന്റെ പ്രതികരണം അമ്മയുടെ മുഖത്ത് നേരത്തെ വേദനയായി പടർന്നു. നീ പറഞ്ഞ സത്യമായിരിക്കും കിച്ചു. ഒരമ്മ എന്ന നിലയിൽ പലർക്കും അങ്ങനെ ഒരു ഭയമുണ്ടാവാം. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് ചോദിച്ച് എൻ്റെ പേടിയോണ്ടല്ല, നിന്റെ ഭാര്യയുടെ പേടിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ. അമ്മയുടെ വാക്കുകൾക്ക് മൂർച്ചയേറി. ഞാനൊരു വീട്ടിലേക്ക് വന്നു കയറിയവളാ. വന്നു കയറുന്ന വീട്ടിലൊരു പെൺകുട്ടി എന്താഗ്രഹിക്കുന്ന എനിക്കറിയാം. അത് കിട്ടാതെയാവുമ്പോൾ അവിടെ വേദനയും അറിയാം. ആ വേദന എൻ്റെ മരുമകൾ അനുഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കാരണമാവരുത്. അതുകൊണ്ടാ ചോദിക്കുന്നത്. നീ ഉത്തരം പറയിച്ചു. നിന്നെ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരാണെന്നാ എനിക്ക് തോന്നുന്നത്. കിച്ചുവിൻ്റെ മനസ്സിൽ പലവിധ ചിന്തകളും വന്നു. അങ്ങനെ ചോദിച്ചാൽ ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ എൻ്റെ അമ്മയേക്കാൾ സ്നേഹിക്കാനുള്ള കരുതലോ അവസരമൊന്നും ഞാൻ ഗീതുവിന് കൊടുത്തിട്ടില്ല. അമ്മയുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ആ മറുപടിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം നിന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരാ? അമ്മയുടെ അടുത്ത ചോദ്യം. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? അച്ഛന് എന്നെ വിശ്വാസം, ഗീതുവിന് അവൾക്ക് എന്നെ വിശ്വാസമൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, അവർക്ക് എല്ലാവർക്കും എന്നെ വിശ്വാസം. അമ്മയ്ക്കറിയോ, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിർണായകമായിട്ടുള്ള പല ഓവറുകളിലും ബോൾ എറിയുന്നത് ഞാനാ. വലിയ എന്തോ കാര്യം കണ്ടുപിടിച്ച പോലെ എണ്ണിപ്പറയുന്ന മകനെ അമ്മ വല്ലായ്മയോടെ നോക്കി. പക്ഷേ ഇപ്പോഴും നീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ വിട്ടുപോയി മോനെ. ഇവരിലൊക്കെ കൂടുതലാരാ? എൻ്റെ ഓഫീസിൽ MD ആണോ അമ്മ പറഞ്ഞ്? ഇവരെ ഒന്നുമല്ലടാ, നിന്നെ ഈ ലോകത്ത് ഒരു പക്ഷെ അവരായിരിക്കും ഏറ്റവും വിശ്വസിച്ച്. അതുകൊണ്ടല്ലേ 22 വർഷത്തോളം അവർ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന അവരുടെ നിധിയെ നിന്നെ ഏൽപ്പിച്ച്. അമ്മയുടെ സ്വരം ഗൗരവമായി. 22 വർഷത്തോളം സൂക്ഷിച്ച നിധിയെ എന്നെ ഏൽപ്പിച്ചെന്നോ? ആര്? അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? രാവിലെ തലക്ക് പോലെ അടിയും കിട്ടിയോ? കിച്ചു സംശയത്തോടെ നോക്കി. തൽക്കാലം എനിക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഗീതുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞ്. അവരുടെ മകളെ നിന്റെ കയ്യിലേൽപ്പിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നിരിക്കും. വെറുതെ പോലും അതിനെ നശിപ്പിച്ച് കളയരുത്. നീ ഞങ്ങൾക്ക് ഒറ്റ മകനാ. അതുപോലെ ഗീതു അവർക്ക് ഒറ്റ മകളും. അവൾക്ക് ഈ വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരെയും അച്ഛനും അമ്മയായിട്ട് കണ്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് അവിടെ അച്ഛനെയും അമ്മയെ അച്ഛനും അമ്മയായിട്ട് കാണാൻ കഴിയുന്നില്ല? അതുവരെ കളിയും തമാശയും പറഞ്ഞിരുന്ന അമ്മയായിരുന്നില്ല അത്. തികച്ചും ഗൗരവമായ ശാസനയുടെ മറ്റൊരു മുഖം. അമ്മയും ഞാൻ അവരെനിക്ക് അച്ഛനും അമ്മയും പോലെ തന്നെയാ. കിച്ചു പതറി. പിന്നെ എന്തുകൊണ്ടാ കിച്ചു അവർ ഇന്നും നിനക്ക് ആൻറ്റി അങ്കിളായിട്ട് പോയത്? നിന്റെ സ്വന്തം ലോകത്ത് അവർക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ടാണോ? അമ്മയെ ഞാനിനി അവരെ അച്ഛനെന്നും അമ്മയെന്നും വിളിച്ചോളാം. തെറ്റ് ചെയ്ത കുഞ്ഞിനെ പോലെ തലയും താഴ്ത്തി പറയുന്ന മകനെ അവർ വാത്സല്യത്തോടെ നോക്കി. വിളിക്കുന്നതിൽ മാത്രമല്ല കിച്ചു, അവർ നിനക്ക് അച്ഛനും അമ്മയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് 2 ദിവസം അവിടെ വീട്ടിൽ പോയി നിന്നൂടാ? അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. ഗീത കഴിഞ്ഞ ദിവസം വീട്ടിൽ പോകാൻ വിളിച്ചപ്പോൾ താൻ കൂടെ പോകാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് അവിടെ വീട്ടിൽ പോയി നിൽക്കണമെങ്കിൽ നിൽക്കാം, താൻ കൂടെ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. തൻ്റെ മുറി, തൻ്റെ അച്ഛനും അമ്മയും, തൻ്റെ വീട്, തൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത തൻ്റെ പിടിവാശിയാണ് അതിന് കാരണം. അപ്പോഴാണ് അവന് മനസ്സിലായത് തന്നെ പോലെ തന്നെ ആയിരുന്നില്ല അവളും. അവളുടേതായ പലതിനെയും പിന്നിൽ ഉപേക്ഷിച്ചല്ലേ തന്നോടൊപ്പം ജീവിക്കാൻ വന്നത്. ഒരു ദിവസത്തേക്ക് പോലും താൻ ഉപേക്ഷിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അവൾ തനിക്ക് വേണ്ടി എന്നേക്കുമായി ഉപേക്ഷിച്ചിരിക്കുന്നത്. അവൾ അവിടെ എല്ലാം വലിച്ചെറിഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ദിവസം പോലും കളയാൻ മടി കാണിച്ചു. വല്ലാത്ത കുറ്റബോധം തോന്നി അവന്. അവൻ തലയിൽ കൈവച്ച് അവിടെ ഇരുന്നു. ഞാനൊരു തെറ്റാ ചെയ്തത്, അവൻ അവൻ്റെ അമ്മയെ നോക്കി പറഞ്ഞു. ഇതിൽ കൂടുതൽ പറയാനൊന്നും ഇല്ലായിരുന്നു അവർക്കും. ഇനിയൊക്കെ ചെയ്യേണ്ടത് അവനാണ്, അതും സ്വയം മനസ്സിലാക്കി. എന്നാൽ ഇതെല്ലാം കേട്ട് ഒരു ചുമരിനപ്പുറം മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു, കിച്ചുവിൻ്റെ അച്ഛൻ. വളരെ വൈകി തിരിച്ചറിവുകൾ വന്ന ഒരാൾ. തൻ്റെ ഭാര്യയോട് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് അയാൾ ഓർത്തു. തൻ്റെ മകനെ പോലെ തന്നെയും ഒരിക്കൽ പിടിമുറുക്കിയ അഹന്ത. താനാണ് വലുതെന്ന് കാണിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോകാൻ അനുവദിക്കാതെ താൻ കാണിച്ചു കൂട്ടിയതൊക്കെയും തന്നെ വല്ലാതെ ചെറുതാക്കി കളഞ്ഞു എന്ന് അയാൾക്ക് തോന്നി. പല അവധി ദിവസങ്ങളും വീട്ടിൽ പോകാൻ തന്നോട് അപേക്ഷിച്ച് കരഞ്ഞ അവളുടെ മുഖം. മകളെ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വിടുമോ എന്ന് ചോദിച്ച് തന്നെ വിളിച്ച് എത്രയോ തവണ നിരാശരായി ഫോൺ വെച്ച ആ മാതാപിതാക്കൾ. തെറ്റായിരുന്നു താൻ, വലിയ തെറ്റ്. പോയി എന്ന് ക്ഷമ ചോദിക്കാൻ പോലും ഇന്ന് അവർ ഭൂമിയിലില്ല. ആ ഒറ്റ ചിന്തയിൽ അയാളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അതേസമയം കിച്ചു അവൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെ കണ്ടത് ബാഗിലേക്ക് സാധനങ്ങൾ വെക്കുന്ന ഗീതുവിനെയാണ്. വീട്ടിൽ പോകുന്നതിൻ്റെ സന്തോഷമൊന്നും ആ മുഖത്തില്ല. അവനെ കണ്ടിട്ട് ഒരു ചിരി പോലും നൽകാതെ അവൾ ധൃതിയിൽ ബാഗ് അടച്ചു വെച്ചു. നിന്റെ പാക്കിങ് കഴിഞ്ഞോ? അവൻ മൃദുവായി ചോദിച്ചു. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ഡ്രസ്സൊക്കെ അവിടെയുണ്ടല്ലോ. എന്തായാലും 1-2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ടതല്ലേ? അവളുടെ വാക്കുകളിൽ കനത്ത നിരാശയുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ 2 ജോഡി ഡ്രസ്സ് കൂടെ എടുത്തു വെച്ചോ? അവനവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ സംശയമാണ്.
ഇനി എന്നാലും 2 ദിവസം അവധിയല്ലേ, ഞാനും കൂടെ അവിടെ നിൽക്കാം. ഗീതു തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ വിശ്വാസം വരാത്ത പോലെ തിളങ്ങുന്ന അവൻ കണ്ടു. ചുണ്ടുകൾ വിടർന്നു. ഇന്നുവരെ അവൻ കണ്ടിരുന്നതിൽ ഏറ്റവും മനോഹരമായ പുഞ്ചിരി അവൾ അവന് സമ്മാനിച്ചു. അത്രയും സ്നേഹത്തോടെ ഇതുവരെ അവൾ തന്നെ നോക്കിയിട്ടില്ലെന്ന് അവന് തോന്നി. എന്താ പറഞ്ഞേ? വിശ്വസിക്കാൻ കഴിയാത്തപ്പോൾ അവളുടെ ചോദ്യം. നിന്ന് താളം ചവിട്ടാൻ എൻ്റെ ഡ്രസ്സ് കൂടെ എടുത്തു വെക്കടി. അങ്ങനെ നീ മാത്രം പോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണ്ട, ഞാനും വരും. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഗീതുവിന് അന്ന് പതിവിലും കൂടുതൽ സന്തോഷമുണ്ടായിരുന്നു. ഒരുങ്ങിയിറങ്ങുമ്പോൾ ഹാളിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവരോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കിച്ചു അവൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചെവിയിൽ പറഞ്ഞു, താങ്ക്സ് അമ്മേ, എന്നെ ഞാനെന്ന അഹന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന്. അമ്മ അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ. മകനും മരുമകളും പോകുന്നത് നോക്കിയെന്ന അച്ഛൻ്റെ കൈകൾ തൻ്റെ ഭാര്യയുടെ കൈകൾ മുറുകി. അയാൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, നീ നല്ലൊരു അമ്മയാണ്, നമ്മുടെ മകൻ്റെ ഭാഗ്യം. എൻ്റെ അബദ്ധം അവന് തിരുത്താനായി. കൂടുതലൊന്നും അയാൾ പറഞ്ഞില്ല. എങ്കിലും ആ വാക്കുകളിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലെ വലിയൊരു കുറ്റബോധം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു.